ഹേ ഗായ്സ്, വെൽക്കം ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പനീർ ബുർജിയാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എഗ് ബുർജി തയ്യാറാക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പനീർ ബുർജിയാണ്. വളരെ ടേസ്റ്റിയാണ്. ചോറിൻ്റെ ഒപ്പം ചപ്പാത്തിയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത്. കൂടാതെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തും ഫോളോയും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഇതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും അനുഗ്രഹവും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും തന്നെ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി പനീർ ബുർജി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം കേട്ടോ. അതിനായിട്ട് നമുക്കൊരു കടായി അടുപ്പത്തിൽ വെച്ച് അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ആ കൂട്ടത്തിൽ തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. ബട്ടർ എല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റ് ആയതിനു ശേഷം ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ പച്ചമുളകും കൂടെ ചതച്ച് വെച്ചതാണ്, അതും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വകയെല്ലാം നമുക്ക് ആ ഒരു പച്ചമണം മാറുന്നിടം വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെ പച്ചമുളക് മാറിയതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണ് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. കടലപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ പനീർ ബുർജിക്ക് നല്ലൊരു ബൈൻഡിങ്ങും നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കിട്ടുന്നത്. ഇനി ഒരു 2 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിം വെച്ചിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കടലമാവും നന്നായിട്ട് സോട്ടായിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് 3 ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്ത്, തീരെ നൈസായിട്ട്, ഞാൻ ചോപ്പറിലാണ് കേട്ടോ ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾ തീരെ നൈസായിട്ട് ചോപ്പ് ചെയ്തതാണല്ലോ എടുത്താൽ മതി കേട്ടോ. അത് നമുക്ക് ഈ ഒരു കടായിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ലൈറ്റായിട്ട് ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, നല്ലൊരു ഗോൾഡൻ ഷെയ്ഡായിട്ട് ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 2 മീഡിയം സൈസ് തക്കാളിക്ക് തീരെ നൈസായിട്ട് അതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ പീസ് നമ്മുടെ ക്യാപ്സിക്കവും കൂടെ തീരെ നൈസായിട്ട് ചോപ്പ് ചെയ്ത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ വകയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 2 to 3 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് മസാലകൾ ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യമനുസരിച്ച് ഉപ്പ് ഈ വക ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി മസാലകളുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്ത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വക എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ തക്കാളിക്ക് എല്ലാം നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് ഉടങ്ങി നന്നായിട്ട് നല്ല പരുവത്തിൽ തന്നെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പനീർ ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 2 പാലിൻ്റെ പനീറാണ് എടുത്തിരുന്നത്. അത് ഇതുപോലെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നിങ്ങൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തൊന്ന് ആഡ് ചെയ്തുള്ളൂ കേട്ടോ. ഇത് ഞാൻ ഫ്രഷ് ആയിട്ട് തയ്യാറാക്കിയോണ്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് ഇതുപോലെ ഒന്ന് ആക്കി നന്നായിട്ടൊന്ന് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മസാലകൾ യോജിച്ച് വരുന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഗരം മസാല ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്രേവിയുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് ഇതിലോട്ട് വെള്ളം ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 2 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഈ വക ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ട് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തോളൂ. ഇല്ലെങ്കിൽ ഇതുപോലെ കാഷ്യൂനട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലൊരു ബോയിൽ വരുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് ബോയിലും വന്ന് നല്ലൊരു കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കഴിക്കാൻ പാകത്തിൽ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സർവിംഗ് ബൗളിലോട്ട് സർവ് ചെയ്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നമ്മുടെ പനീർ ബുർജി തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെ ഒരു റെസിപ്പിയാണ് കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ചോറിൻ്റെ ഒപ്പം ചപ്പാത്തിയുടെ ഒപ്പം റൈസിൻ്റെ ഒപ്പം എന്തിൻ്റെ ഒപ്പം നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ് ചാനൽ ഒന്ന് ഫോളോയും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.